കോഴിമുട്ടയും കാടമുട്ടയും വളരെ സുലഭമായി നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭക്ഷ്യവസ്തുവാണത്. നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് നല്ലത് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു സംസാരമുണ്ട്, അതായത് കാടമുട്ട കോഴിമുട്ടയേക്കാൾ കൂടുതൽ നല്ലതാണ് എന്ന്. അതിൽ എന്തുമാത്രം വാസ്തവമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ചയ്ക്കെടുക്കുന്നത്. കാടമുട്ട കോഴിമുട്ടയേക്കാൾ വലിപ്പം വളരെ കുറഞ്ഞതാണ് എങ്കിലും പോഷകപരമായി നോക്കുകയാണെങ്കിൽ അത് വളരെ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന ചില പോഷകങ്ങളുടെ അളവാണ്. ഏറ്റവും പ്രധാനം പ്രോട്ടീനാണ്. നമ്മളെല്ലാവരും പ്രോട്ടീന് വേണ്ടിയാണ് മുട്ട ഉപയോഗിക്കുന്നത്. അപ്പോൾ മുട്ടയിലെ പ്രോട്ടീൻ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കണമെങ്കിൽ കോഴിമുട്ടയേക്കാൾ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് കാടമുട്ടയാണ്. 100 ഗ്രാം കാടമുട്ടയിൽ ഏതാണ്ട് 13 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടത്രേ. ഇത് കോഴിമുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനേക്കാൾ 12.6 ഗ്രാം കൂടുതലാണത്രേ. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസുമാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B12 അതുപോലെ തന്നെ അയൺ എന്നിവ കോഴിമുട്ടയിൽ അടങ്ങിയിരിക്കുന്നതിന് ഇരട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ മറ്റ് വൈറ്റമിൻസ് ഉണ്ട്, അതായത് വൈറ്റമിൻ A ഇതിനകത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റ് ധാതുക്കളുണ്ട്, അതായത് മറ്റ് ധാതുക്കൾ എന്ന് പറയുമ്പോൾ അയൺ, സിങ്ക്, സെലീനിയം, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയ മറ്റ് ധാരാളം ധാതുക്കൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അവയുടെ എല്ലാം അളവ് കോഴിമുട്ടയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം മറ്റൊന്നാണ്, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന നല്ല കൊഴുപ്പാണ്. 100 ഗ്രാം കാടമുട്ടയിൽ ഏതാണ്ട് 14 ഗ്രാം നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ കോഴിമുട്ടയിൽ അത് ഏതാണ്ട് 9 ഗ്രാം മാത്രമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതിലടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോളാണ്. കാടമുട്ടയുടെ പ്ലസ് പോയിന്റുകളാണ് നമ്മൾ ഇതേവരെ ഡിസ്കസ് ചെയ്തത്. പക്ഷേ കാടമുട്ടയ്ക്ക് ഒരു ചെറിയ നെഗറ്റീവ് പോയിന്റ് കൂടി ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇതിൻ്റെ കൊളസ്ട്രോളിൻ്റെ അളവ് നോക്കുമ്പോൾ കാടമുട്ടയിൽ കൊളസ്ട്രോൾ വളരെ കൂടുതലാണ്, കോഴിമുട്ടയിൽ അത് കുറവാണ്. 100 ഗ്രാം കോഴിമുട്ടയിൽ ഏതാണ്ട് 344 മില്ലിഗ്രാം കൊളസ്ട്രോൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതേസമയത്ത് അത്രയും തന്നെ കാടമുട്ടയിൽ 844 മില്ലിഗ്രാം കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ കൂടുതലുള്ളവരും അതുപോലെ തന്നെ ഹൃദയത്തിന് എന്തെങ്കിലും രോഗങ്ങൾ ഉള്ളവരും കാടമുട്ട ഉപയോഗിക്കാതിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള അസുഖമുള്ളവർ കാടമുട്ടയ്ക്ക് പകരം കോഴിമുട്ടയോ താറാമുട്ടയോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും പ്രധാനം ഇത് എത്ര അളവിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. കോഴിമുട്ടയാണെങ്കിൽ സാധാരണഗതിയിൽ 1-2 കോഴിമുട്ട നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാടമുട്ടയിലേക്ക് കടക്കുമ്പോൾ അത് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് 6 മുതൽ 12 വരെ കാടമുട്ടകൾ ഒരു ദിവസം ഉപയോഗിക്കാം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ മഞ്ഞക്കരു കാടമുട്ടയിലും ഉണ്ട് കോഴിമുട്ടയിലും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ മഞ്ഞക്കരുവിനകത്താണ് ഈ കൊളസ്ട്രോൾ കൂടുതലും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞക്കരു പലരും ഉപയോഗിക്കാറില്ല. മഞ്ഞക്കരുവിനകത്ത് കോളിൻ എന്ന ഒരു രാസപദാർത്ഥം അല്ലെങ്കിൽ ഒരു പോഷകം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കാടമുട്ടയോ കോഴിമുട്ടയോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ അതിൻ്റെ മഞ്ഞക്കരു ഉപയോഗിച്ചില്ലെങ്കിലും ആഴ്ചയിൽ 3-4 പ്രാവശ്യമെങ്കിലും കൊളസ്ട്രോൾ ഉള്ളവർ പോലും അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ളവർ പോലും അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ കോഴിമുട്ടയ്ക്ക് ചിലർക്കൊക്കെ അലർജി ഉണ്ടാകാറുണ്ട്. അങ്ങനെ കോഴിമുട്ടയ്ക്ക് അലർജി ഉള്ളവർ കോഴിമുട്ടയ്ക്ക് പകരം ഈ കാടമുട്ട ഉപയോഗിക്കാം. അപ്പോൾ ഈ കാടമുട്ടയ്ക്ക് ആരോഗ്യപരമായി പല മേന്മകളും ഉണ്ട്. അത് കോഴിമുട്ടയേക്കാൾ അല്പം സുപ്പീരിയർ ലെവലിലാണ് ആരോഗ്യപരമായി നോക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം. അപ്പോൾ കാടമുട്ടകൾ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. കോഴിമുട്ട ഉപയോഗിക്കുന്ന പലരും ഇനി ചിലപ്പോൾ കാടമുട്ടയിലേക്ക് മാറിയെന്ന് വരാം. കാടമുട്ടയും കോഴിമുട്ട പോലെ തന്നെ വളരെ സ്വാദിഷ്ടമായ ഒന്ന് തന്നെയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രയോജനം ചെയ്യുന്നവയാണ്. അത് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.